അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ ജനീവയിൽ നിന്ന് ട്രെയിൻ ഇറ്റാലിയയുടെ ട്രെയിൻ എടുത്തു. ലോങ് ഡിസ്റ്റൻസ് ട്രെയിനാണ്. ജനീവയിൽ നിന്നും ഈ ട്രെയിൻ പോകുന്നത് മിലാനിലേക്കാണ്. ഇറ്റലിയിലെ മിലാൻ. ഏകദേശം 4 മണിക്കൂറോളമുള്ള ഒരു ലോങ് ജേർണിയാണ്. ഇത്തരം ലോങ് റൂട്ട് ട്രെയിനുകളിൽ, പ്രത്യേകിച്ച് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കുള്ള ട്രെയിനുകളിൽ നമുക്ക് റിസർവേഷൻ നിർബന്ധമാണ്. യൂറോയിൽ പാസ് ഓൾറെഡി എടുത്തിട്ടുണ്ട്, അതിന് നമ്മൾ പേ ചെയ്തതാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, ഒരു സീറ്റ് റിസർവേഷൻ കൂടെ നിർബന്ധമായിരിക്കും. മിലാൻ മുതൽ ഇറ്റലിയിലെ ഒരുപാട് ഡെസ്റ്റിനേഷൻസ് എക്സ്പ്ലോർ ചെയ്യാനാണ് പ്ലാൻ. ഒരുപാട് വൈവിധ്യങ്ങളായ കാഴ്ചകളായിരിക്കും. ചർച്ചുകളായാലും പഴയ മോണുമെന്റ്സുകളായാലും സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയാലും ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ ആ കാഴ്ചകളിലൊക്കെ നമുക്ക് പോകണം. എല്ലാവരോടുമായി ഒരിക്കൽ കൂടെ റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തീർച്ചയായും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകളും വ്യത്യസ്തമായ അനുഭവങ്ങളും ഒക്കെ കാഴ്ചവെക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ മിലാനിലേക്ക് അറൈവ് ചെയ്തിരിക്കുകയാണ്. മിലാൻ സെൻട്രൽ സ്റ്റേഷനിലേക്ക് ട്രെയിൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേഷനിൽ സ്വതവേ നല്ല തിരക്ക് കാണുന്നുണ്ട്. താങ്ക് യു. അങ്ങനെ നമ്മൾ മിലാൻ സ്റ്റേഷനിൽ അറൈവ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഹോട്ടലിലേക്ക് പോകാം. അതിനുശേഷം മിലാൻ സിറ്റിയുടെ കാഴ്ചകളിലേക്ക് മടങ്ങി വരേണ്ടതുണ്ട്. ഇറ്റലിയിലെ മിലാനിലെ ഒരു പ്രഭാതം. അപ്പോൾ ഇന്ന് രാവിലെ ഹോട്ടലിൽ നിന്നിറങ്ങി നടക്കുന്നത് ഡൂമോയുടെ കാഴ്ചകളിലേക്കാണ്. ഡൂമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിലാനിലെ ഏറ്റവും വലിയ കത്തീഡ്രൽ, ലോകത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ കത്തീഡ്രൽ. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കാണാനുണ്ട്. വിശേഷങ്ങളൊക്കെ ഓൺ ദ വേ പറയാം. ഇന്നലെ രാത്രി ഉടനീളം മഴയായിരുന്നു. ഇന്ന് പകൽ അല്പം മാനമൊക്കെ തെളിയുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും മഴയുടെ ഒരു ലക്ഷണവുമുണ്ട്. അതുകൊണ്ട് ഹോട്ടലിൽ നിന്ന് വലിയൊരു കുടയൊക്കെ എടുത്തിട്ടുണ്ട്. ഈ കുടയ്ക്ക് പല ഉപയോഗങ്ങളാണ്. അഥവാ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു പെരുമാറാനും ഇതുകൊണ്ട് ഉപകരിക്കും. അപ്പോൾ മിലാനെ സംബന്ധിച്ചിടത്തോളം അത്രയൊന്നും സേഫായിട്ടുള്ള ഒരു സ്ഥലമൊന്നുമല്ല. വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. പ്രത്യേകിച്ച് മെട്രോ, റെയിൽവേ സ്റ്റേഷൻ, അതുപോലെയുള്ള പൊതുസ്ഥലങ്ങൾ പിടിച്ചുപറിയും മറ്റുള്ള അസാമൂഹിക പ്രവർത്തനങ്ങളുമൊക്കെ ഒരുപാട് ഉള്ള ഒരു സ്ഥലമാണ്. അത് തീർച്ചയായും ഒരു മെട്രോപൊളിറ്റൻ സിറ്റി എന്ന നിലയിൽ ലോകത്തെവിടെ ചെന്നാലും ഇതൊക്കെ സ്വാഭാവികമാണ്. എന്തായാലും നടന്ന് നമ്മൾ പോകുന്നത് മെട്രോ സ്റ്റേഷനിലേക്കാണ്. ഇവിടെ നല്ല മെട്രോ നെറ്റ്വർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അട്രാക്ഷൻസിലേക്കൊക്കെ പോകാനായിട്ട് നമുക്ക് മെട്രോ കണക്ഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ നടന്ന് റിപ്പബ്ലിക്ക മെട്രോയിലേക്ക് എത്തിയിരിക്കുകയാണ്. 2 വശങ്ങളിലൊക്കെ ഗ്രാഫിറ്റിയും ഒക്കെ ആയിട്ട് നല്ല ഒരു അപ്പിയറൻസ് ആണ്. അത്രയൊന്നും വൃത്തിയും വെടുപ്പും അവകാശപ്പെടാനില്ലാത്ത സ്റ്റേഷനുകളാണ് ഇറ്റലിയിൽ ഉടനീളം ഉള്ളത്. മെട്രോയെ സംബന്ധിച്ചിടത്തോളം സിറ്റി സെൻട്രലിലുള്ള മെട്രോയാണ് റിപ്പബ്ലിക്ക. ഇവിടെ നിന്നും ട്രെയിൻ എടുത്ത് ഡൂമോയിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ അങ്ങനെ മെട്രോയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നമ്മൾ മെട്രോ ടിക്കറ്റ് ഇടുന്നു. ഈ ഭാഗത്തായി ഇത് അപ്ഡേറ്റ് ചെയ്ത് വന്നു. എടുക്കുമ്പോൾ തുറക്കുന്നു, കയറുന്നു, ട്രെയിൻ ലാക്കാക്കി പോകുന്നു. സാൻ ഡൊണാറ്റോ ലൈനാണ് റിപ്പബ്ലിക്കയിൽ നിന്ന് പോകുന്നത്. റിപ്പബ്ലിക്കയിലാണ് നമ്മളുള്ളത്. ചുറാറ്റി, പിന്നെ ഈ സ്റ്റേഷൻ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഡ്യൂമോയിൽ ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ സാൻ ഡൊണാറ്റോയിലേക്ക് 8:30 മിനിറ്റിനുള്ളിൽ ട്രെയിൻ വരും എന്ന് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ 9:02 ആണ് ടൈം. സാൻ ഡൊണാറ്റോ ലൈനാണ് ഡൂമോയിലോട്ട് പോകാനായിട്ട് എടുക്കേണ്ടത്. നമുക്ക് 3ാമത്തെ സ്റ്റേഷനിലാണ് ഈ ലൈനിൽ ഇറങ്ങേണ്ടത്. ഇതാണ് റിപ്പബ്ലിക്ക
മെട്രോ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം. അങ്ങനെ നമ്മുടെ മെട്രോ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മെട്രോയിലേക്ക് കയറാം. അങ്ങനെ നമ്മൾ ഡൂമോയിൽ എത്തിയിരിക്കുകയാണ്. മെട്രോയിൽ നിന്നും പുറത്തു കിടന്നു. പുറത്തേക്കിറങ്ങുമ്പോൾ ആദ്യം തന്നെ കണ്ണിൽപ്പെടുന്ന കാഴ്ച അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. ഡൂമോ. ഈ ഡൂമോ 1360കളിൽ പണി തുടങ്ങിയ ഒരു മന്ദിരമാണ്, അല്ലെങ്കിൽ ഒരു ദേവാലയമാണ്. ഏകദേശം 600 വർഷങ്ങളോളം ഇതിൻ്റെ പണി പൂർത്തിയാക്കാനായി എടുത്തു എന്ന് പറഞ്ഞാൽ പല പല സ്റ്റേജസ് ആയിട്ട് അതിൻ്റെ പല പല അറ്റാച്ച്മെൻറ്റുകളും അങ്ങനെയെല്ലാം വന്നിട്ട് 600ഓളം വർഷങ്ങളാണ് ഇന്നത്തെ നിലയിൽ ആയിത്തീരാനായിട്ട് എടുത്തത്. മുമ്പ് പറഞ്ഞതുപോലെ ഇറ്റലിയിലെ യഥാർത്ഥത്തിൽ ഒന്നാമത്തെ ഏറ്റവും വലിയ പള്ളി ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുഖം ചുളിയും. അതെങ്ങനെയാണത്? സെയിൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ അല്ലേ എന്ന് ചോദിക്കും. പക്ഷേ സെയിൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ ശരിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ കത്തീഡ്രൽ. പക്ഷേ അത് ഇറ്റലിയിലാണെന്ന് പറയാൻ പറ്റില്ല, അത് വത്തിക്കാനിലാണ്. വത്തിക്കാൻ ഒരു പ്രിൻസിപ്പാലിറ്റിയാണ്. അപ്പോൾ ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം, മിലാനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഏറ്റവും വലിയ ചർച്ച് ഡൂമോ. അപ്പോൾ ഈ ഡൂമോയുടെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ഇത്രയും പുരാതനമായ ഒരു മന്ദിരം എന്ന നിലയിൽ അതിൻ്റെ ആർക്കിടെക്ചർ സവിശേഷതകളൊക്കെ നമുക്ക് കാണാനുണ്ട്. നമുക്കിതിൻ്റെ അടുത്തേക്ക് പോയി, സമീപത്തേക്ക് പോയി അതിൻ്റെ എല്ലാ കാര്യങ്ങളും, എല്ലാ വിശദാംശങ്ങളും കണ്ട് മനസ്സിലാക്കാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമാകുന്നുണ്ട്. ഇറ്റാലിയൻ മാർബിളിൽ കൊത്തിയെടുത്ത ഒരു വാസ്തുശില്പമാണ് ഉണ്ടല്ലേ. ആ മാർബിളിൻ്റെ ആ കളറൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ലോകത്തിലെ എല്ലാ വലിയ നിർമ്മിതികളെ പോലെ ഇതും മാർബിളിൽ തീർത്ത ഒരു വിസ്മയം തന്നെയാണ്. ഈ കത്തീഡ്രലിനെ താങ്ങി നിർത്തുന്ന മാർബിൾ തൂണുകളാണ്. ഓരോന്നും അതിഭയങ്കരമായ വലിപ്പമാണ് ഓരോന്നിനുള്ളത്. അതുപോലെ അനേകം മാർബിൾ തൂണുകളിലാണ് ഈ ദേവാലയം ഉയർന്നു നിൽക്കുന്നത്. അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. ഇവിടെ ആരാധന നടക്കുന്ന സമയമാണ്. കത്തീഡ്രലിൻ്റെ റൂഫിലേക്ക് നോക്കുമ്പോഴും അതിനൊക്കെ മനോഹരമായ മാർബിൾ വർക്കുകളാണ് കാണാൻ സാധിക്കുന്നത്. ഫ്ലോറുകളെല്ലാം അതിമനോഹരമായ മാർബിൾ വർക്കുകളാണ്. വിസ്മയകരമായ രീതിയിലാണ് തീർത്തിരിക്കുന്നത്. അങ്ങനെ ഡൂമോ കത്തീഡ്രലിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ
നല്ല നല്ല ഗ്ലാസ് വർക്കുകൾ കാണാൻ സാധിക്കും. മനോഹരമായ ഗ്ലാസ് വർക്കുകൾ, എച്ച്ഡ് ഗ്ലാസസ്. മുതൽ ഈ കത്തീഡ്രലിന്റെ ആർച്ച് ബിഷപ്പായിരുന്ന ആൻഡ്രിയ കാർലോ ഫെരാരി, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെയാണ്. അതിന് മുകളിലായി ഒരു ലാസ്റ്റ് സപ്പറിന്റെ പെയിന്റിംഗ്, യേശു അപ്പിയർ ചെയ്യുന്നതായിട്ടുള്ള ഒരു സ്കൾപ്ചർ ഒക്കെ മനോഹരമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ദേവാലയത്തിന്റെ ഉള്ളിലെ കാഴ്ചകൾ കണ്ടു. ഉള്ളിൽ നിന്നൊരു ആരാധന നടക്കുന്ന സമയമാണ്, നമുക്കധികം സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. ഉള്ളിൽ ഏകദേശം 50-ൽ പരം വലിയ കോളംസ് നമ്മൾ കണ്ടു. മാർബിൾ തൂണുകൾ, വലിയ തൂണുകളാണ്. അതിൻ്റെ ഭീമാകാരമായ വലിപ്പം കണ്ടു. അപ്പോൾ അതിലാണ് ഈ പള്ളി, ഈ സ്ട്രക്ചർ ഇതിങ്ങനെ താങ്ങി നിർത്തുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ പള്ളിയുടെ അകത്തും പുറത്തുമായി എത്രയോ ആയിരക്കണക്കിന് സ്കൾപ്ചേഴ്സാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, സ്റ്റാച്യൂസ്. ഇവയൊക്കെയും അങ്ങനെ മാർബിളിൽ കൊത്തിയെടുത്ത് നിർമ്മിച്ചിരിക്കുന്ന സ്റ്റാച്യൂസാണ്. മൊത്തത്തിൽ ഏകദേശം 3000-ൽ പരം സ്കൾപ്ചേഴ്സാണ് ചെറുതും വലുതുമായി ഈ പള്ളിയിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചയാണ്. നമുക്ക് മുന്നിലേക്ക് പോയി അവിടെയുള്ള കാഴ്ചകൾ കാണാം. ഈ കത്തീഡ്രലിൻ്റെ ഏറ്റവും ഉയരത്തിൽ ടോപ്പിൽ അവിടെ ഒരു ഗോൾഡൻ മെഡോണയെ കാണാൻ പറ്റും. മെഡോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറിയമിൻ്റെ മറ്റൊരു പേരാണ്. ഈ ഭാഗങ്ങളിലുള്ള കാഴ്ചകളൊക്കെ കാണാം. നോക്കുക, അതിമനോഹരമാണ്. 1300-കളിലാണ് ഇതിൻ്റെ പണി ആരംഭിച്ചതെന്ന് ഓർക്കണം. വിശാലമായ ഒരു ഏരിയയിലാണ് ഈ മിലാൻ കത്തീഡ്രൽ നിലകൊള്ളുന്നത്. ഈ കത്തീഡ്രലിൻ്റെ ചുറ്റുപാടും ഒക്കെ സഞ്ചാരികളും അല്ലാത്തവരും ഒക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ക്വയറാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മഡോണയുടെ ഒരു ദൃശ്യം കാണാം. അങ്ങ് ഉയരത്തിൽ സ്വർണ്ണവർണ്ണമാർന്ന് നിൽക്കുന്ന ഒരു സ്റ്റാച്യു. പക്ഷെ അതിൻ്റെ മുൻഭാഗത്തല്ല നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഡൂമോയുടെ നേരെ മുന്നിലായി ഒരു വലിയൊരു വെങ്കല പ്രതിമ കാണാം. ഇത് മറ്റാരുടെയുമല്ല. ഈ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് ഇങ്ങനെയൊരു സ്കൾപ്ചർ, ഇങ്ങനെയൊരു മോണുമെൻ്റ് വരണമെങ്കിൽ അത് പ്രധാനപ്പെട്ട ഒരാളുടെ തന്നെയായിരിക്കും. ഇത് വിക്ടർ ഇമ്മാനുവൽ രണ്ടാമൻ്റെയാണ്. ഇറ്റലിയുടെ ആദ്യത്തെ കിങ് എന്ന് പറയാവുന്നയാൾ. കാരണം ഇറ്റലിയെ യൂണിഫൈ ചെയ്ത് കൊച്ചു കൊച്ചു സ്റ്റേറ്റുകളായിരുന്ന ഇറ്റലിയിലെ പല രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ട് കിടന്ന ഇറ്റലിയെ യൂണിഫൈ ചെയ്ത് ഒരു രാജ്യമാക്കി, ഒരു കിങ്ഡമാക്കിയ ആദ്യത്തെ രാജാവാണ് വിക്ടർ ഇമ്മാനുവൽ II. റോം കേന്ദ്രമാക്കി അങ്ങനെ ഇറ്റലി എന്ന ഒരു കിങ്ഡം രൂപപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള ആദരവ്, അതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സ്കൾപ്ചർ, ഇങ്ങനെ ഒരു മോണുമെൻ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇൻഡിപെൻഡൻറ്റ് യൂണിഫൈഡ് ഇറ്റലിയുടെ ആദ്യത്തെ കിങ് എന്ന് പറയാവുന്ന വിക്ടർ ഇമ്മാനുവൽ II. അവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആ ഡൂമോയുടെ മുഴുവനായുള്ള ഒരു രൂപം ഇവിടെ തെളിഞ്ഞു കാണാം. അപ്പോൾ കുറച്ചും കൂടെ മുമ്പിലേക്ക് മാറി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് നാം മഡോണയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ വിക്ടർ ഇമ്മാനുവലിൻ്റെ ഈ പ്രതിമയ്ക്ക് തൊട്ട് മുന്നിൽ നിന്നുകൊണ്ട് ദൂരേക്ക് നോക്കുമ്പോൾ ഡൂമോയുടെ ഏറ്റവും മുകളിലായി ഗോൾഡൻ മഡോണ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ മാത്രമാണ് ഈ കത്തീഡ്രലിൻ്റെ ഒരു നല്ല ചിത്രം നമുക്ക് അനുഭവവേദ്യമാകുന്നത്, അല്ലെങ്കിൽ നയനമനോഹരമായി അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഒരു ഷോപ്പിംഗ് സെൻറ്ററിലേക്കാണ്. വിക്ടർ ഇമ്മാനുവൽ രണ്ടാമൻ രാജാവിൻ്റെ പേരിൽ തന്നെയാണ് ഇതും അറിയപ്പെടുന്നത്.
വിക്ടോറിയോ ഇമ്മാനുവൽ ടു, വിക്ടർ ഇമ്മാനുവൽ എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇത് നിർമ്മിക്കപ്പെട്ട സമയത്ത് തീർച്ചയായിട്ടും ഒരു അത്ഭുത നിർമ്മിതിയായിരുന്നു എന്ന് പറയാം. കാരണം ഇതിൻ്റെ ആ സൺലൈറ്റ് താഴേക്ക് വരാനുള്ള ആ ഒരു സംവിധാനവും ഒക്കെ വളരെ വ്യത്യസ്തമായാണ് ഇന്ന് ലോകത്ത് പലയിടത്തും ഇതുപോലെയുള്ള ഷോപ്പിംഗ് സെൻറ്റേഴ്സായി. ഈ ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ വിസ്തൃതി കൊണ്ടല്ല ഇത് ടൂറിസ്റ്റുകളുടെ ഭൂപടത്തിൽ ഇടം പിടിക്കുന്നത്, മറിച്ച് ഇതിനുള്ളിലേക്ക് നമ്മൾ നടന്നു ചെല്ലുമ്പോൾ കാണുന്നത് ലോകത്തിലെ ഏറ്റവും ഉന്നതമായ ബ്രാൻഡുകൾ മാത്രമാണ്. അപ്പോൾ ഇതിനുള്ളിലേക്ക് നമുക്ക് കടന്നുപോയി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതിൻ്റെ ഈ റൂഫിംഗ് തന്നെയാണ് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിനെ വ്യത്യസ്തമാക്കുന്നത്. നാച്ചുറൽ സൺലൈറ്റ് വളരെയധികം ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉള്ളിലേക്ക് അലവ് ചെയ്യുന്നതിനാൽ ഇവിടുത്തെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് തീർച്ചയായും ഡിഫറൻ്റ് ആണെന്ന് പറയാം. ഇവിടെ തുടങ്ങുമ്പോൾ തന്നെ റോളക്സ്, ചാനൽ, ഇങ്ങനെ ലോകോത്തരമായ ബ്രാൻഡുകൾ മാത്രമാണ് ഇതിനുള്ളിൽ കാണാൻ പറ്റുക. ഇവിടെ നമുക്ക് കാണാം ഈ ഫ്ലോർ വർക്കുകൾ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. പല വിങ്ങുകളായാണ് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് പണി തീർത്തിരിക്കുന്നത്. ഏകദേശം 4 വിങ്ങുകളായി. ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മധ്യഭാഗത്തെത്തുമ്പോൾ അവിടെ ഒരു ഫ്ലോറിൽ ഒരു പ്രത്യേകമായ ഒരു സ്ട്രക്ചർ, ഒരു പെയിന്റിങ് അല്ലെങ്കിൽ ഒരു ഫ്ലോർ വർക്കുണ്ട്. ഒരു കാളക്കൂറ്റന്റെ ഒരു ഫ്ലോർ വർക്ക്. അത് ഇവിടെ വരുന്ന സഞ്ചാരികളൊക്കെ അത് കാണാനായി അവിടെ പോകാറുണ്ട്. സഞ്ചാരികളുടെ തിരക്കൊഴിഞ്ഞ ഒരു സമയം ഈ ഭാഗങ്ങളിലൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. പ്രായഭേദമന്യേ ഒരുപാട് ജനങ്ങളാണ് ഇവിടെ ഒഴുകിയെത്താറുള്ളത്. ഇനിയും നമ്മൾ കാണാൻ പോകുന്നത് ഇറ്റലിയുടെ ചരിത്രത്തിൽ ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റാത്ത ഒരു പേരാണ് ലിയാനാർഡോ ഡാവിഞ്ചി. നമുക്കറിയാം മൊണാലിസ, ലാസ്റ്റ് സപ്പർ, ഇങ്ങനെയൊക്കെയുള്ള പെയിൻറ്റിങ്ങുകൾ, അതിപ്രശസ്തമായ പെയിൻറ്റിങ്ങുകൾ, അവയുടെയൊക്കെ രചയിതാവ് എന്ന നിലയിൽ മാത്രമല്ല, യഥാർത്ഥത്തിൽ ലിയാനാർഡോ ഡാവിഞ്ചി ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു എന്ന് പറയാം. അദ്ദേഹം ഒരു പെയിൻ്ററായിരുന്നു, അദ്ദേഹം ഒരു എൻജിനീയർ ആയിരുന്നു, അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു, ഒരു ഇൻവെൻറ്റർ ആയിരുന്നു. അങ്ങനെ ഒരുപാട് മേഖലകളിൽ കൈവച്ച് പ്രാമുഖ്യം തെളിയിച്ച ഒരു വ്യക്തിയായിരുന്നു. 1452 ജനിച്ച് 1519 മരണമടഞ്ഞ ലിയാനാർഡോ ഡാവിഞ്ചി തീർച്ചയായിട്ടും റിനൈസൻസ് എന്ന് പറയുന്ന മൂവ്മെൻറ്റിനെ അത്രയധികം അതിനെ പരിപോഷിപ്പിച്ച ഒരു വ്യക്തി മറ്റൊരാളില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെയുള്ള ഒരുപാട് വ്യക്തികളെ നമുക്ക് ഇറ്റലിയിൽ പരിചയപ്പെടേണ്ടതുണ്ട്. ഈ റിനൈസൻസിൻ്റെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്ന ഫ്ലോറൻസിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഈ സ്കൾപ്ചർ കാണുമ്പോൾ, ലിയാനാർഡോ ഡാവിഞ്ചിയുടെ ഈ സ്കൾപ്ചർ കാണുമ്പോൾ ഇത്രയും പറഞ്ഞു എന്ന് മാത്രം. ഇവിടേക്ക് പോയി നമുക്ക് ഈ സ്കൾപ്ചറിൻ്റെ കൂടുതൽ നല്ല ഭംഗി ആസ്വദിക്കത്തക്ക തരത്തിൽ ഈ കാഴ്ചകളിലേക്ക് പോകാം. ഇത് നിലകൊള്ളുന്നത് ഡൂമോയുടെ വളരെ അടുത്തുള്ള സ്ക്വയറിലാണ്.